ഞാനപ്പോൾ രണ്ട് ഗ്ലൗസ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ കവറായിരുന്നു. ഗ്ലൗസ് ഇപ്പോൾ റെഡി ആയിരിക്കണം. നമ്മുടെ ഗ്ലൗസ് കണ്ടല്ലോ. അപ്പൊ ഇതുപോലെ എളുപ്പത്തിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന തമിഴയും കണ്ട പോലെ തന്നെ ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക് കവറും കൊണ്ട് നമ്മൾ ഇന്നൊരു അടിപൊളി നമ്മുടെ കയ്യിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഗ്ലൗസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഷോളം ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് ഗ്ലൗസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു PVC ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ വേണം. പിന്നെ നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു വേസ്റ്റ് ബോർഡ്, അതായത് നമുക്ക് ഈ കൈയുടെ ഷേപ്പ് ഒന്ന് വരയ്ക്കാൻ വേണ്ടി ഒരു വേസ്റ്റ് ബോർഡ്, എന്തെങ്കിലും ഒരു വേസ്റ്റ് ബോർഡോ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു പേപ്പർ വേണം. പിന്നെ ഒരു കത്രിക വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ എന്തെങ്കിലും ഒരു പേനായോ മാർക്കറോ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ കൈയുടെ അളവിൽ ഈ ഗ്ലൗസ് നമ്മുടെ കയ്യിൽ കയറ്റിയിടണമല്ലോ. അപ്പോൾ ഈ കൈയുടെ അളവിൽ ഞാനത് നമ്മൾ ഈ കൈയുടെ ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചെടുക്കാൻ പോവാണ്. നമുക്കൊന്ന് വരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് കൈയുടെ ഷേപ്പിൽ ഇതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, കൈയുടെ ഷേപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു മാർക്കർ ഉപയോഗിച്ചൊന്ന് ഇത് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കബോർഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കുറച്ചുകൂടെ ആ വരച്ചേക്കുന്ന അവിടെ നിന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റി വേണം കട്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് കയ്യിലേക്ക് ഇടുമ്പോഴത്തേന് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ കൈയുടെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടതേ കൈയാണ് ഉദ്ദേശിച്ചത്. ഇടതേ കൈ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇടതേ കൈയുടെ ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ട നമ്മുടെ പ്ലാസ്റ്റിക് കവർ എടുക്കുക. പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് 2 പുറമായിട്ടുള്ള രീതി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങോട്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ നമ്മുടെ കൈ ഒന്ന് ഇതിലോട്ട് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഇതുപോലെ ഈ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന വേസ്റ്റ് ബോർഡ് വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ഈ കൈയുടെ ഷേപ്പിൽ ഇതൊന്ന് വരച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഗ്ലൗസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കൈ വരയ്ക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വേണം വരയ്ക്കാൻ. ഈ കറക്റ്റ് അളവ് വരയ്ക്കില്ല, ഇത് മുട്ടിച്ച് വെക്കല്ലേ, ഇച്ചിരി കൂടെ ഇട്ടിട്ട് വേണം വരയ്ക്കാൻ. നമുക്കിതൊന്ന് ഞാൻ വരച്ചെടുത്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കണ്ടോ, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന കൈയുടെ ഷേപ്പാണ്. അത് നമ്മൾ ഈ കവറെ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കവറായതുകൊണ്ട് നമുക്ക് വേണേൽ 2 ഗ്ലൗസ് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇതിലോട്ട് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കറോ പേനായോ ഉപയോഗിച്ച് നമ്മളിങ്ങനെ വരയ്ക്കാൻ പോവാണ്. വരച്ച ശേഷം നമുക്ക് ഇതൊന്ന് കത്രികയ്ക്ക് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ആ കൈയുടെ ഷേപ്പ് വെച്ചിട്ട് നമ്മളിത് നമ്മുടെ കവറിലോട്ട് ഇതൊന്നും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് വരച്ചപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടോ, ഇത് കുറച്ചുകൂടെ ഈ സൈഡിലോട്ട് കൂടുതലിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ എങ്കിലും നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേന് അത് കറക്റ്റായിട്ട് കിട്ടാൻ പറ്റത്തില്ല. നമ്മുടെ ഗ്ലൗസ് ചെറുതായിപ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ട ഇതുപോലൊരു തേപ്പോട്ടി നമ്മൾ ഒന്ന് ചൂടാക്കാൻ വെക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് ഇവിടെ വെക്കണം. അതിനുശേഷം നമ്മൾ അതിന് മണ്ടയ്ക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത നമ്മുടെ വേസ്റ്റ് ബോർഡ് വെച്ചിട്ട് നമ്മുടെ ഈ കൈയുടെ അളവിൽ ഉള്ള ഈ സൈഡിൽ കിടക്കുന്ന പോർഷൻ ഒന്ന് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. സൈഡ് വെച്ച് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൗസ് റെഡിയാകും. അപ്പോൾ ഞാൻ അതൊന്ന് തേച്ച് കൂടെ എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കിയ ഗ്ലൗസ് റെഡി ആയിരിക്കുകയാണ്. ഞാനപ്പോൾ 2 ഗ്ലൗസ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ കവറായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ അവസാന സ്റ്റെപ്പ് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അവസാന സ്റ്റെപ്പിൽ നമ്മൾ തേപ്പോട്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ തേപ്പോട്ടി തന്നെ ഉപയോഗിക്കാൻ തന്നൊന്നുമില്ല. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി തേപ്പോട്ടി ഉപയോഗിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഴുകുതിരി ഉരുക്കി വേണമെങ്കിലും ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. തേപ്പോട്ടി ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സൈഡൊക്കെ കരിഞ്ഞു കൊണ്ടുവരും. ഞാൻ ഇതുപോലെ ഇച്ചിരി ചൂട് കൂടി പോയപ്പോൾ ചെയ്തുണ്ടോ, സൈഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അടിപൊളി ഒരു എളുപ്പത്തിൽ നമുക്ക് വീട്ടിലൊക്കെ വേസ്റ്റ് ഒക്കെ വാരാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്ലൗസ് ആണ്. അളവുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അളവുകൾ എടുക്കുന്നത് നമ്മുടെ കൈയൊക്കെ കുറച്ച് ഇതുണ്ട്. ഞാൻ കുറച്ച് അളവ് ഇത് കറക്റ്റായിട്ട് കിട്ടി. ഇത് കുറച്ച് കണ്ടോ, ഇത് നമ്മുടെ കൈയുടെ വലിപ്പത്തെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ അളവിൽ വേണം നമ്മളിത് വെട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് കൈ കയറുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. എന്തായാലും ഒരു അടിപൊളി ഗ്ലൗസ് ഇപ്പോൾ റെഡി ആയിരിക്കണം. നമ്മുടെ ഗ്ലൗസ് കണ്ടല്ലോ,
അപ്പൊ ഇതുപോലെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ഫോർ ഫണ്ണായിട്ട് ചെയ്തതാണ്. ഇത് ചുമ്മാ ഒന്ന് നമ്മൾ ചെയ്തു നോക്കിയാണ്. നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഒരു ഗ്ലൗസ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉത്കണ്ഠ കൊണ്ട് ചെയ്തു നോക്കിയാണ്. ആരും കുട്ടികളൊന്നും ദയവ് ചെയ്ത് ഇത് അനുകരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് വലിയ എന്താണെന്ന് വെച്ചാൽ തേപ്പൊട്ടിയൊക്കെ എടുക്കുന്നുണ്ട്, അതുപോലെ തീയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളൊന്നും ഈ വീഡിയോ കണ്ടിട്ട് അനുകരിക്കല്ല, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പൊ എനിവേ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരെ ടേക്ക് കെയർ, ബൈ ബൈ.